എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക്. നമ്മൾ 2025 പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി അസുഖങ്ങളുണ്ട് നമുക്കൊക്കെ. പക്ഷെ അതിലേറ്റവും പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്തനാർബുദം എന്ന് പറയുന്നത്. സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും സാധ്യത ഉണ്ടാകുന്ന രോഗം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യലോകം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പോലെ 2025 ഒക്ടോബറും ഇതുപോലെ സ്തനാർബുദ ബോധവൽക്കരണ മാസമായിട്ട് ആചരിക്കുകയാണ്. WHO പ്രത്യേക ഗൈഡ് ലൈനൊക്കെ ഉണ്ട്. ആ ഒരു സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതിന് പ്രതിവിധികൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാൻ പറ്റും, അത്തരം ഒരു അവയർനെസ്സാണ് പ്രേക്ഷകരിലേക്ക് ഈ ഒരു പ്രോഗ്രാം വഴി എത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ആരോഗ്യ കേന്ദ്രമാണ് വിനായക ഹോസ്പിറ്റൽ. വിനായക ഹോസ്പിറ്റലിൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുമ വിഷ്ണുവാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇപ്പോൾ ഒക്ടോബർ മാസം സ്തനാർബുദ ബോധവൽക്കരണ മാസമായിട്ട് ആചരിക്കുകയാണ്. ഒരുപക്ഷെ ആളുകളിലേക്ക് കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. കൂടുതൽ ഇത്തരം അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഒരു കാരണമാവാം. ഈ ഒരു മാസത്തേക്ക് ഇത്ര പ്രത്യേകത വരാനുള്ള കാര്യം എന്താണ്? നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്നൊരു അവസ്ഥ ഒരു സ്ത്രീയെ ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ. അപ്പോൾ അർബുദം നമ്മുടെ ഇടയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് നമ്മളൊരു മാസം മുഴുവൻ ഒരു ക്യാൻസറിനെ മുൻനിർത്തി ഒരു അവബോധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ക്യാൻസറുകളും നമുക്ക് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചില ക്യാൻസറുകൾ പക്ഷെ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാനും വളരെ ഏർലി സ്റ്റേജിൽ അത് ഡിറ്റക്റ്റ് ചെയ്താൽ 100% എന്നുള്ള പോലെ അതിന് ചികിത്സ കൊടുക്കാനും നമുക്ക് സാധിക്കും. അതിലൊന്നാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആഗോള തലത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്പറുള്ള ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇനി ഇന്ത്യയെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസത്തെ മുഴുവൻ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പിങ്ക് എന്നുള്ളൊരു കളറും കൂടെ അതിന് ഡിനോട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ അവബോധന ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ബ്രസ്റ്റ് ക്ലിനിക്സ്, നേരത്തെ തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടുതൽ ടെസ്റ്റുകളിലേക്ക് നയിച്ച് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നവരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നയിക്കാനും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ടോട്ടലി പല അസുഖങ്ങളും ജനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇതിന് എന്തെങ്കിലും ജനിതകമായ കാരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇപ്പൊ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിനെ ഒരു മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമ്മൾക്ക് തിരുത്താൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതുപോലെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടായിട്ട് ശരിക്കും അതിനെ നമുക്ക് തരംതിരിക്കാം. അതിൽ ഈ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിൽ ഒന്നാണ് ഇപ്പം സർ ചോദിച്ച പോലെ ഈ ഒരു ജനറ്റിക് ഫാക്ടർ. അപ്പോൾ ഒരുപാട് ജീൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇപ്പോൾ BRCA, HNPCC എന്നൊക്കെ പറഞ്ഞ് 2-3 ജീൻസ് ഉണ്ട്. ആ ജനിതകമായ വ്യത്യാസങ്ങൾ വരുന്ന സ്ത്രീകളിൽ ഈ ക്യാൻസറുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം ചിലർക്ക് നമുക്കറിയാം അവരുടെ വീട്ടിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ പെങ്ങന്മാർക്കോ ഈ ക്യാൻസർ ഉണ്ടാവും. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും 20 വയസ്സ് തൊട്ടേ അതിൻ്റെ സ്ക്രീനിങ് പ്രോട്ടോക്കോളുകൾ ചെയ്യണം. അത് നേരത്തെ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ 100% ചികിത്സിക്കാനും സാധിക്കും. അതേപോലെ ഒന്നാണ് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വേഗം പീരീഡ്സ് ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് പണ്ടൊക്കെ 14-15 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും 9-10 വയസ്സായി. അപ്പം അങ്ങനെ വളരെ ഏർലി ആയിട്ട് പീരീഡ്സ് വന്ന് വളരെ ലേറ്റ് ആയിട്ട് മെനോപ്പോസ് ആവുക. അപ്പം 55-60 വയസ്സിലൊക്കെ മെനോപ്പോസ് ആവുന്ന സ്ത്രീകൾ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പം നേരത്തെ പീരീഡ്സ് ആവുമ്പം വൈകി പീരീഡ്സ് നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് അത്രയും ടൈം പീരീഡ് നമുക്ക് ഈ ഈസ്ട്രജൻ എന്നുള്ള ആ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഈ ഒരു ക്യാൻസറിൻ്റെ സ്ക്രീനിങ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ശരിക്കും ഇപ്പോൾ നോൺ മോഡിഫൈബിൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പക്ഷെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്ക്രീനിങ് വെച്ച് നമുക്കിതിനൊക്കെ കണ്ടുപിടിച്ച് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ സ്തനാർബുദം എന്ന് പറയുന്നത് ശരിക്കും പുരുഷന്മാരിൽ വളരെ വളരെ വിലപ്പെട്ട ഒരു ചോദ്യം. അത് ശരിക്കും പുരുഷന്മാരിലും വരാം. കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ, BP, അതുപോലെ അമിതമായ വണ്ണം, ഇങ്ങനെയുള്ള ആൾക്കാരിൽ, അതുപോലെ നമുക്കിപ്പോൾ പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ക്രോണിക് ആയിട്ടുള്ള ആൾക്കാരിൽ, ഇനി അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ക്യാൻസർ
ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളും ഈ ഒരു ദുശ്ശീലങ്ങളുള്ളവരും ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളവരും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ തരംതിരിക്കാൻ പറ്റില്ല. പക്ഷേ പുരുഷന്മാരിലും ഇത് വരാം. അപ്പം അതുകൊണ്ട് അവരും ശരിക്കും ഈ ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ 1-2 ഡ്രഗ്സ് മരുന്നുകളും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പീരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മെനോപോസ് ആയ സ്ത്രീകൾക്ക് നമുക്ക് അവരുടെ ആ മെനോപോസൽ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. ചിലരെന്താണെന്ന് വെച്ചാൽ ആ മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മെനോപോസൽ ഹോർമോണൽ തെറാപ്പി എന്ന് പറയും നമ്മൾ. അത് ഒരുപാട് കാലം കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഈ ഒരു ക്യാൻസർ വരണം എന്നല്ല, പക്ഷെ അവരൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്, അവർക്കൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ മുലയൂട്ടൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ എനിക്ക് തോന്നുന്ന കുറച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് കുറയുന്നുണ്ട്. കാരണം ഒന്ന്, എല്ലാവരുടെയും ജോലി തിരക്ക്, എല്ലാവർക്കും അത്രയും മെറ്റേണിറ്റി ലീവ് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് വേഗം വേഗം പോകേണ്ടി വരികയാണ്. ഒരു തെറ്റായ ധാരണ സൗന്ദര്യത്തെ ബാധിക്കും. കറക്റ്റ്, അത് ശരിക്കും ഒരു തെറ്റായ ധാരണ. അതെ അതെ അതെ, മുലയൂട്ടലാണ് ശരിക്കും സ്ത്രീകളുടെ സൗന്ദര്യത്തിന് തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം മുലയൂട്ടൽ കറക്റ്റ് 6 മാസം ഫീഡ് ചെയ്ത ഒരു അമ്മേനെ നമുക്ക് 6 മാസം കഴിഞ്ഞ് കാണുമ്പോൾ അറിയാം. കാരണം അവരുടെ ആ പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് ഒക്കെ പോവും. കാരണം ഫീഡ് ചെയ്യും തോറും അവരുടെ ശരീരം എല്ലാം നോർമൽസിയിലേക്ക് എത്തുക ചെയ്യുന്നത്. പക്ഷെ പല അമ്മമാർക്കും ആ ഒരു സ്ട്രെയിൻ എടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് മടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മുലയൂട്ടൽ ശരിക്കും ഈ ക്യാൻസറിന് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ മുലയൂട്ടാത്ത അമ്മമാർ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഈ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും എല്ലാവരിലേക്കും ആ വിവരം എത്തിക്കണം. നമുക്ക് പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഇത്രയും ക്യാൻസർ ഇല്ലല്ലോ, ഇപ്പോഴല്ലേ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ കുറേ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ശരിക്കും നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതെല്ലാം തടയാൻ സാധിക്കും. ഇതിപ്പോൾ ഈ കുറച്ചു കാലം ഇപ്പോൾ 6 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം എന്ന് പറയും മുലപ്പാൽ കുട്ടികൾക്ക്. അതൊന്നൊക്കെ കുറെ ആളുകൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞതൊരു വലിയ കാര്യമാണ്, ഒരു ബോധവൽക്കരണം ആവട്ടെ ഒക്ടോബർ മാസത്തിൽ. മറ്റൊന്ന് ഇപ്പോൾ 20 വയസ്സൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ വളരെ ചെറുപ്രായം മുതൽ ഇത് ഉണ്ടെന്ന് ഡയഗ്നോസിക് ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക്. ഇപ്പൊ നമ്മളൊരു ഹൈ റിസ്കും ഇല്ലാത്ത ഈ പിന്നെ പാരമ്പര്യമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അതൊരു കെയർ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫാമിലി ഇപ്പൊ പലർക്കും അറിയില്ല ഇതിനെപ്പറ്റി. ഇപ്പൊ ഒരാൾ അറിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും അവരിൽ നിന്ന് തന്നെ ജീൻ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അവരുടെ മകളുടെ ഇപ്പൊ അമ്മേനെ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തു. ചിലപ്പോൾ അമ്മ ട്രീറ്റ്മെന്റ് എടുത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ അമ്മ വളരെ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് അമ്മ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ മകൾക്ക് അറിയണം മകൾക്ക് വരാൻ സാധ്യതയുണ്ടോന്ന്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് അവരുടെ തുപ്പലിൽ നിന്നോ അല്ലെങ്കിൽ തൊലിയുടെ അംശത്തിൽ നിന്നോ ഒക്കെ DNA അല്ലെങ്കിൽ ഈ ജീൻ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കിപ്പോൾ അമ്മയുടെ ഏത് ജീനാണ് ഇത് എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്ന് ചിലപ്പോൾ അമ്മേനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കിങ്ങനെ ജനിതകമായി വരുന്ന ജീനുകൾ ഈ മകൾക്കുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് BRCA എന്ന് പറയുന്ന ജീൻ ടെസ്റ്റിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ മകൾക്ക് അതിനുള്ള ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾ നമുക്ക് കൊടുക്കാം. ആദ്യം ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യാം. ഇനി ചില സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത്രയും ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും ഈ ടെസ്റ്റുകൾ. അഫോർഡ് ചെയ്യാൻ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഇത് ഇത്രയും ജീൻ സ്റ്റഡി ഒക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ റൊട്ടീൻ സ്ക്രീനിങ് പ്രോട്ടോകോൾ ഇവർക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു ലേഡിയാണ് നമ്മുടെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരു 30 വയസ്സിലാണ് വരുന്നതെങ്കിൽ അപ്പം തൊട്ട് അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം. ഇപ്പോൾ സാധാരണ അൾട്രാസൗണ്ട് അത് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കൽ എന്തായാലും ചെയ്യണം. അതേപോലെ നമുക്ക് മാമോഗ്രാം എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. മാമോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ ആണ്. അതും ഒട്ടും പെയിൻ ഉള്ളതോ അല്ലെങ്കിൽ വേദനയുള്ളതോ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റോ അല്ല. അത് രണ്ടും നമുക്ക് ഒരു ഇയർലി വൺസ് ചെയ്തു വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ വളരെ നേരത്തെ ഈ ക്യാൻസർ എന്ന അവസ്ഥയിലൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, വളരെ റിമോട്ടായിട്ട് താമസിക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സെൽഫ് പാൽപേഷൻ ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊരു 2 വാക്കൊന്ന് പറയാം. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഈ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ത്രീകളിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ സാധാരണ സ്ത്രീകൾ, ഇപ്പം എനിക്ക് ഒരാൾക്ക് ഇപ്പോൾ ഒരു ഹൈ റിസ്ക്കും ഇല്ല, പക്ഷെ അവർക്ക് ഇതെല്ലാം അറിയണം. നമുക്ക് എന്തെങ്കിലും വരും, നമുക്കറിയില്ലല്ലോ ആർക്കാണ് വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു 40 വയസ്സ് തൊട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ക്യാൻസർ ബ്രസ്റ്റിൻ്റെ ഒരു സ്ക്രീനിങ് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്ന സമയത്തോ
എപ്പോഴായാലും ഇപ്പോൾ അവരൊന്ന് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക, നമ്മൾ കുളിക്കാനുള്ള സമയം മതിയല്ലോ, അപ്പോൾ അത്രയും സമയത്തിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇനീഷ്യലി നമ്മൾ 2 കൈയും നേരെ വയ്ക്കുക. നേരെ വെച്ച് നമ്മൾ ബ്രസ്റ്റിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കുക കണ്ണാടിയിൽ. 2 ബ്രസ്റ്റും ഒരേ പൊസിഷനിലാണോ, ചിലപ്പോൾ ഒരു നിപ്പിൾ മാത്രം കുറച്ച് മേലെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ 2 ബ്രസ്റ്റിൻ്റെ ഷേപ്പിലോ വലിപ്പത്തിലോ ചെറിയ വ്യത്യാസമുണ്ടോ, ഇത് നമുക്ക് നോക്കാം. അതിലൊന്നുമില്ല, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ 2 കൈ ഉയർത്തുക. 2 കൈ ഉയർത്തി തലയുടെ മേലെ ഉയർത്തി പിടിച്ച് വീണ്ടും ഇതേ പോസ്ചർ ഒന്നും കൂടി നോക്കുക. ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ പൊസിഷനിലോ നിപ്പിളിൻ്റെ പൊസിഷനിലോ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. ഒരു വ്യത്യാസമില്ല. ഇനി നമുക്ക് പാൽപേഷൻ അല്ലെങ്കിൽ നമുക്ക് തൊട്ട് നോക്കി ചെയ്യാവുന്ന ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയം എന്ന് പറയാൻ കാരണം പലപ്പോഴും ഈ സോപ്പ് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം കുറച്ചും കൂടി സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ ബ്രസ്റ്റ്, ഇപ്പോൾ ഇടത് ബ്രസ്റ്റാണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ നമ്മൾ ഇടത് കൈ ഉയർത്തി പിടിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ബ്രസ്റ്റ് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആവും. എന്നിട്ട് നമ്മൾ ഈ വലത് കൈയിൻ്റെ 3 വിരൽ വെച്ചിട്ട് പതുക്കെ ഈ ബ്രസ്റ്റ് ടിഷ്യൂവിനെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഈ കുളിച്ച അവസ്ഥയിലാവുമ്പോൾ, ഈ സോപ്പൊക്കെ തേച്ച അവസ്ഥയിലാകുമ്പോൾ എന്തെങ്കിലും ചെറിയ മുഴകളുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാവരും ചെയ്യണം. നമ്മൾ ശരിക്കും ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരും സംശയമായിട്ട് വരലുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ കാണേണ്ട ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 ബ്രസ്റ്റും ഇതുപോലെ പാൽപേറ്റ് ചെയ്യുക. പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പിടിച്ചു നോക്കും. ഇങ്ങനെ പിടിച്ചു നോക്കി എല്ലാ ബ്രസ്റ്റിലും സ്വെല്ലിംഗ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ 3 വിരലിൻ്റെ ഉൾഭാഗം കൊണ്ട് വെറുതെ ബ്രസ്റ്റിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കുഞ്ഞു കുഞ്ഞു മുഴകളോ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഇപ്പോൾ 2 ബ്രസ്റ്റും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയാൽ നമുക്ക് വരണം. അപ്പോൾ അങ്ങനെയുള്ള സെൽഫ് പാൽപേഷൻ ടെക്നിക്സ് ശരിക്കും എല്ലാവർക്കും അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചെറിയ മുഴകളോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ മുഴകൾ അതിലുള്ള 90% ക്യാൻസറൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്തെങ്കിലും സാധാരണ അല്ലാണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് വന്ന് അതിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇതിലൊരു സിംറ്റം ഉള്ളത്. പിന്നെ ഈ ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഉണ്ടല്ലോ, മുമ്പൊന്നും അതില്ല. ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ഇത്തരം ക്യാൻസറുകളുടെ എന്തെങ്കിലും സൂചനകളൊക്കെ കിട്ടാൻ സാധിക്കും? നമുക്ക് അതിനകത്ത് ആകെ കൂടി ബ്രസ്റ്റ് ക്യാൻസർ അറിയണമെങ്കിൽ നമ്മൾ ഈ അൾട്രാസൗണ്ടിലും അല്ലെങ്കിൽ മാമോഗ്രാമിലും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമുക്ക് അങ്ങനെ 100% ബ്ലഡ് ടെസ്റ്റുകളിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് പാക്കേജിൽ അൾട്രാസൗണ്ടോ മാമോഗ്രാമോ ബ്രസ്റ്റിനുണ്ടോ നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതിൽ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്. പക്ഷേ അതെല്ലാം 100% ഇതിലേക്ക് ഡയഗ്നോസ്റ്റിക് ആയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഇതിന് സ്പെസിഫിക് ആയിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മാമോഗ്രാമും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെൽത്ത് പാക്കേജ് എടുത്താൽ അത്രയും നല്ലത്. ഇപ്പോൾ ഈ നമുക്ക് ഇതിന്റെ ഇതല്ലാതെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതെ, അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെറിയ മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെയിൻലെസ് ആയിട്ട്, അതായത് വേദന ഒട്ടും ഇല്ലാതെ കട്ടിയുള്ള മുഴകളായിരിക്കും ക്യാൻസർ എന്ന അവസ്ഥയിലേക്ക് കൂടുതലും മാറാൻ സാധ്യത. ഒരിക്കലും ഒരു മുഴ വന്ന ഉടനെ അത് ക്യാൻസർ ആണെന്ന് ആരും ചിന്തിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇപ്പോൾ ഒരു 10 പേരെ കണ്ടാൽ ക്യാൻസർ അല്ല. അത് എത്രയും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരാഴ്ച കുറങ്ങാതെയൊക്കെ ഇരുന്ന് നമ്മുടെ ഒപ്പിയിൽ വരലുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാധാരണ അല്ലാണ്ട് കണ്ടാൽ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മളതിനെപ്പറ്റി നോക്കണം, കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം. ചിലർക്ക് മുഴകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ബ്രസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകമായിരിക്കും, ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണം. ചിലപ്പോൾ എന്താ വെച്ചാൽ നിപ്പിളിൻ്റെ പൊസിഷൻ, ഇപ്പോൾ സാധാരണ നോർമൽ ആയിട്ടിരിക്കുന്ന നിപ്പിളാണെങ്കിൽ ഇത് കുറച്ച് റിട്രാക്റ്റഡ് ആയിപ്പോൾ ഉള്ളിലേക്കായിപ്പോൾ നിപ്പിള്. ചിലപ്പോൾ തൊലിയുടെ മേലൊരു വ്യത്യാസം. അപ്പം നമ്മൾ തൊലി തൊടുമ്പോൾ ശരിക്കും ഓറഞ്ചിൻ്റെ തൊലി പോലെ ആയിപ്പോവും. അപ്പോൾ ഓറഞ്ചിൻ്റെ പോലെ ഇങ്ങനെ കുത്തുള്ള അവിടെ മാത്രം ഇങ്ങനെ ഒരു തൊലിയിലൊരു വ്യത്യാസം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയൊരു സിംറ്റമായിട്ടും ഇത് വരാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രസ്റ്റ് ഇൻസ്പെക്ഷൻ സ്വന്തമായിട്ട് ചെയ്യണം. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് 2 ബ്രസ്റ്റും നോക്കണം എന്ന് പറയണേ. ചിലപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും തൊലിയിലുള്ള വ്യത്യാസമായിട്ടോ ബ്രസ്റ്റിൽ നിന്നുള്ള ദ്രാവകമായിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു അസുഖമോ അല്ലെങ്കിൽ യോനിയിൽ ഉണ്ടാകുന്ന അസുഖമൊക്കെ ആകുമ്പോൾ കാണിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, ഇപ്പോൾ വീട്ടിൽ ആൺമക്കൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആണുങ്ങളെ ഉള്ളൂ, ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളെങ്കിൽ പലപ്പോഴും അവർക്കത് മകൻ്റെ അടുത്ത് പറഞ്ഞ് മുന്നോട്ട് വരാനൊരു ചെറിയൊരു ഹെസിറ്റേഷൻ കാണിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ടെക്നിക്സ് സ്വന്തം തന്നെ എക്സാമിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം തോന്നിയാൽ അവർക്ക് ഡെഫിനറ്റ്ലി ഡോക്ടറെ അടുത്ത് വരികയും അതിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യാം.
പിന്നെ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ സപ്പോസ് ഇങ്ങനെ ഒരു മുഴ കണ്ടു, നമുക്കിത് ക്യാൻസർ ആണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യണം. അപ്പം അതിനെയാണ് നമ്മൾ FNAC അല്ലെങ്കിൽ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുത്തിയെടുത്ത് നമ്മളതിനെ പെത്തോളജിക്കൽ ടെസ്റ്റ് അയക്കും. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്യാൻസറിൻ്റെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. ഓരോ മുഴകൾക്കനുസരിച്ചുള്ള ചികിത്സാ രീതി നമ്മൾ ഫോളോ ചെയ്യണം. അല്ല അതിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേജ് ചെയ്ത് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പരിശോധന രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉള്ളത്? ഇപ്പോൾ വരുന്ന രോഗി, ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രോഗികൾ വരാറുണ്ടോ? ശരി, തീർച്ചയായിട്ടും ഒരുപാട് പേര്. അതാ ഞാൻ പറഞ്ഞ ചിലർ സ്വന്തം ഇതുപോലെ ബ്രസ്റ്റ്, അതിലാണ് ഞാൻ ആ ബ്രസ്റ്റ് പാൽപേഷൻ ടെക്നിക്ക് കൃത്യമായി പറയാൻ കാരണം പലരും ബ്രസ്റ്റിനെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ബ്രസ്റ്റ് ടിഷ്യൂ തന്നെ കുറച്ച് കട്ടിയുണ്ടെന്ന് തോന്നും. അപ്പം മുഴയാണ് എന്ന് വിചാരിച്ച് പേടിച്ച് ഉറങ്ങാതെ 2 ദിവസമൊക്കെ ഉറങ്ങും. പ്രത്യേകിച്ച് ഇപ്പം ഗൂഗിളിന്റെ ഒരു അതിപ്രസരവും കൂടെ. അപ്പൊ എന്തായാലും ക്യാൻസറിന്റെ എല്ലാ ലക്ഷണങ്ങളും വരും. അപ്പൊ അതെല്ലാം എന്തായാലും വരും. അപ്പൊ അതുകൊണ്ട് വളരെയധികം ടെൻഷൻ അടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് ഹോസ്പിറ്റലിൽ വരുന്നവർക്കും ഒരു ഫ്രീ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരും ചെയ്യും. അത് ഞങ്ങളുടെ സംഘടന തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വേറെ എന്തിനു വന്നാലും എനിക്കൊന്ന് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തു കൊടുക്കും. പക്ഷെ അത് ചെയ്യാനുള്ള എല്ലാവരും മുന്നോട്ട് വരണം. കാരണം നമ്മൾ ശരിക്കും ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യല്ലേ. അപ്പം നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് 100% ട്രീറ്റ് ചെയ്യാം. ഇതൊന്നും അല്ലാതെ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം സാധാരണയായിട്ട് നമുക്ക് ഇതൊക്കെയാണ്. ഇപ്പം മുഴ അല്ലെങ്കിൽ ബ്രസ്റ്റ് എന്നുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ ഈ ഒരു സ്കിന്നിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ വളരെ അപൂർവമായിട്ട് ഇതിൻ്റെ വേറെ പല കാരണം, അതായത് ഇപ്പം നമുക്ക് ചിലർ ചുമയായിട്ട് വന്ന് എക്സ്റേ എടുക്കുമ്പോൾ ചിലപ്പോൾ മെറ്റാസ്റ്റാസ്, അതായത് ലങ്സിലേക്ക് വന്നിട്ടായിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ബ്രസ്റ്റിൽ ഓൾറെഡി സ്വെല്ലിംഗ് ഉണ്ടാവും, പക്ഷെ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും ഒക്കെ പടർന്നൊക്കെ വരുമ്പോൾ അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ ശരിക്കും ഈ ഒരു ചെക്കപ്പ് നടത്തണമെന്ന് നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പം അല്ല, പക്ഷെ അത് ശരിക്കും നമ്മളുടെ റൊട്ടീൻ സ്ക്രീനിങ്ങിൽ വരണം. വരിക തന്നെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ആഗോളതലത്തിലും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നിരുന്നാലും പുറത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ആൾക്കാർ ഒരു പരിധി, എനിക്ക് തോന്നുന്നു ഒരു 50% താഴെയുള്ള ആൾക്കാരും റൊട്ടീൻ ചെക്കപ്പിന് വരാത്ത അമ്മമാരാണ്. കാരണം അവർക്ക്, നമ്മളുടെ അമ്മമാർക്ക് എന്നും കുടുംബം എല്ലാം കഴിഞ്ഞ് അവരവരുടെ ആരോഗ്യം നോക്കാനുള്ള സമയം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലത്തിലൊരിക്കൽ ഒരു ഹെൽത്ത് ചെക്കപ്പും ഇതുപോലൊരു ക്യാൻസർ സ്ക്രീനിങ്ങും ചെയ്താൽ നമുക്ക് ഒരുപാട് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ശരിക്കും സാധിക്കും. ശരിക്കും ഒരു അമ്മ ആയതിനു ശേഷമാണോ അത് വരുന്നത്? വേറൊരു പ്രായത്തിൽ അങ്ങനെയല്ല, ഒരു അമ്മ ആയതിനു ശേഷം മാത്രമാണോ വരിക? സാധാരണയായിട്ട് നമുക്ക് ഒരു 40 വയസ്സിന്റെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിലാണ് വരുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന പോലെ 60 വയസ്സ് കഴിയണമെന്നില്ല. അതാണ് അതിലുള്ള. ഇപ്പം നമ്മൾ ക്യാൻസർ വരുന്ന വയസ്സായിട്ടല്ലേ നല്ല ചിന്തിക്കുന്നത്, അങ്ങനെയില്ല. നമുക്ക് 40 വയസ്സ് തൊട്ട് 60 വയസ്സിന്റെ ഇടയിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. ഈവൻ 75 വയസ്സ് വരെയും വരാം. പക്ഷേ ബാക്കി ചില ക്യാൻസർ, ഇപ്പോൾ ഗർഭാശയകള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഒക്കെ ശരിക്കും 30 വയസ്സ് തൊട്ടേ വരാം. അപ്പോൾ ആ ഒരു ഏർലി ഏജ് ഗ്രൂപ്പിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു 35-40 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിലൊരു ക്യാൻസർ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ രീതി തന്നെ മാറിപ്പോവും. കാരണം കുട്ടികളെല്ലാം ചെറുതായിരിക്കും, അതൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളതിന് സ്ക്രീനിങ് വെച്ച് എങ്ങനെയെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് 100% നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റൊന്ന്, നമുക്ക് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതെ. അപ്പൊ അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ ജീവിതചര്യയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ കാരണങ്ങളുടെ കൂടെ തന്നെ ഞാൻ പ്രിവെൻഷനും കൂടെ പറയുക. അതായത് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യണമല്ലോ എങ്ങനെയെങ്കിലും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇപ്പം നമുക്കറിയാം പല തരത്തിലുള്ള ജോലി ചെയ്യുന്നവരും നമ്മൾ ജോലിയുടെ തിരക്ക് കൊണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ നോക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൃത്യസമയം ഉറക്കം കിട്ടുക, പിന്നെ നമ്മളുടെ ഭക്ഷണ രീതികൾ ഇപ്പോൾ പണ്ടുള്ളവരുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്ഷണ രീതികളൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് നേരത്തെ പീരീഡ്സ് വരികയും പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി കൂടുകയും അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ വ്യായാമം നമ്മുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. കാരണം സോഷ്യൽ മീഡിയയും നമ്മുടെ ഫോണും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും
നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ എനിക്ക് ഒരു അധ്വാനവും ഇല്ലാതെ സ്കൂളിൽ നിന്ന് വരിക, ടി വി കാണുക, ഫോൺ കാണുക, ട്യൂഷൻ കഴിയുക, കിടന്നുറങ്ങുക എന്നുള്ളൊരു ചിട്ടയിലേക്ക് എത്തിത്തുടങ്ങി. അപ്പം അതിനെ മാറ്റി ശരിക്കും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ എന്താ പറയുക, എല്ലാ പോഷകങ്ങളെല്ലാം നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ വ്യായാമങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP കൂടുക, ഷുഗർ വരിക, കൊളസ്ട്രോൾ വരിക, അമിതവണ്ണം വരിക, ഇതിനെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അത് പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസറുകളെയാണ് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഫാസ്റ്റ് ഫുഡ് കൾച്ചറൊക്കെ ബാധിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനൊരു 10 OP നോക്കിയ ഒരു കുട്ടിയെങ്കിലും പീരീഡ്സ് തെറ്റി വന്നിട്ടുണ്ടാവും. ഒരു OP ഒരു കുട്ടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ഇറഗുലാരിറ്റി അത്ര കോമൺ ആണ് ഇപ്പം. അപ്പം അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത് തന്നെ നമ്മളുടെ ജീവിതചര്യയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ്. അപ്പം അത് നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ തടയാൻ സാധിക്കും. പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ മുലയൂട്ടൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ് ചെയ്യുക, കുട്ടികളെ 6 മാസം ഫീഡ് ചെയ്യാൻ 6 മാസം ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ചില അമ്മമാർക്ക് പാലുണ്ടാവില്ല, അവർ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പാലില്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ല, നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് സപ്ലിമെൻറ്റ്സ് കൊടുത്ത് അതിനെ റെഡിയാക്കാൻ പറ്റും, പക്ഷേ ചിലർക്ക് പറ്റില്ല, ചിലർക്ക് പാലുണ്ടാവില്ല. അങ്ങനെയുള്ള അമ്മമാർ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഫീഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ കുട്ടികളെ ഫീഡ് ചെയ്യുക, അത് തന്നെ നമുക്കിതിനൊരു പ്രൊട്ടക്ഷനായിട്ട് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെഡിസിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ചികിത്സാ രീതികളിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്? പിന്നെ കുറെ ലൈഫ് ടൈം ആണോ വരുന്നത്? അത് നമ്മളുടെ സ്റ്റേജിങ് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പം നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം എക്സസൈസ് ചെയ്ത് കളഞ്ഞാൽ തന്നെ, ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് മുഴുവൻ നമ്മൾ എടുക്കണമായിരുന്നു. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു, ഇപ്പം അതല്ലാതെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറീസ് വരെ ഉണ്ട്. ഇപ്പം നമുക്ക് ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ബാക്കിയുള്ള ബ്രസ്റ്റിനെ കൺസർവ് ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്യാനുള്ള ചികിത്സാ രീതികളുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റേജ് മുന്നോട്ട് വരുംതോറും നമുക്കതിന് അഡ്ജുവൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകണം. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസസ് അതിലുണ്ട്. ഇപ്പോൾ നമുക്ക് മോളിക്കുലർ ബയോളജിക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് ആൻറ്റിബോഡി തെറാപ്പികൾ അങ്ങനത്തെയൊക്കെ നമുക്കിതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ശരിക്കും നല്ലോണം അസുഖത്തിനെ ചികിത്സിക്കാൻ സാധിക്കും. പിന്നെ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രസ്റ്റ് എടുത്തു, നമുക്ക് ശരിക്കും ഒരു ബ്രസ്റ്റ് ഇല്ലാതെ ഒരാൾക്ക് പുറത്തിറങ്ങൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇപ്പം അതിനും നമുക്ക് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറീസ് എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്രയും വേഗം കണ്ടുപിടിച്ചാൽ നമുക്ക് അത്രയും ചികിത്സയ്ക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പ്രതിരോധിക്കാൻ കഴിയുന്ന ക്യാൻസറുകളുണ്ട്, സ്ഥാനാർബുദത്തിൽ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും നമുക്ക് എന്നുള്ള അങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതുമായി? ഇപ്പം നമുക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ മാത്രമേ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ മരുന്നുകളിലൂടെ ഒന്നും നമുക്കതിനെ ചികിത്സിക്കാനോ ചികിത്സിക്കാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഇപ്പം ഈ ഗർഭാശയകള ക്യാൻസർ അല്ലെങ്കിൽ ഒരു സെർവൈക്കൽ ക്യാൻസർ, ആ ഒരു ക്യാൻസർ എന്ന് പറയുമ്പം നമുക്കത് വൈറസിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്യാൻസറാണ്. നമുക്ക് ശരിക്കും ഒരു കൂട്ടം ക്യാൻസറുകളുണ്ട്. ഇപ്പം നമ്മുടെ വായയിൽ വരുന്ന ക്യാൻസർ, അതുപോലെ മലദ്വാരത്തിൻ്റെ അവിടെ വരുന്ന ക്യാൻസർ, അല്ലെങ്കിൽ വൾവ യോനിയുടെ അവിടെ വരുന്ന ക്യാൻസർ, അപ്പം അതുപോലെ പെനിസിൽ വരുന്ന ക്യാൻസർ. ഇതൊക്കെ HPV എന്ന് പറയുന്ന ഒരു വാക്സിൻ ഒരു അണു നമ്മുടെ ശരീരത്തിൽ കയറി അതിൽ നിന്നും തുടങ്ങുന്ന തരം ക്യാൻസറുകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ HPVക്കെതിരെയുള്ള വാക്സിൻസ് നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു വാക്സിനേഷൻ വഴി ശരിക്കും നമുക്ക് ഇത്രയും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്ഥാനാർബുദത്തിന് അങ്ങനെ ഒരു വാക്സിൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിങ്ങനെ ഒരു വൈറൽ എറ്റിയോളജി ഇല്ല, ഇങ്ങനെ ഒരു വൈറസ് അല്ല അതിനെ ഉണ്ടാക്കുന്നത്. നമുക്കത് എല്ലാ ക്യാൻസറുകളും ശരിക്കും ഈ സെല്ലുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വെച്ച് ഈ സെല്ലുകൾ അധികം മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവുന്ന ക്യാൻസറുകളാണ് മിക്ക ക്യാൻസറുകളും. പക്ഷേ ഈ ഒരു HPV ഉണ്ടാക്കുന്ന ക്യാൻസറുകൾ മാത്രമേ വൈറസ് ആയിട്ട് തുടങ്ങുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനെതിരെ വാക്സിൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഇന്ന് നമുക്ക് ഇവിടെയും അവൈലബിളാണ്, നമ്മുടെ വയനാട്ടിലും അവൈലബിൾ ആണ്. എല്ലാവരും ശരിക്കും ആ വാക്സിൻ എടുക്കണം. ഞാൻ ആ വാക്സിനെ പറ്റി ഒരു 2 വാക്ക് പറയാം. ഇപ്പം നമുക്ക് HPV വാക്സിൻ എന്ന് പറയുന്നത് നമുക്ക് 9 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് നമുക്ക് 45 വയസ്സുള്ള ഒരു സ്ത്രീ വരെ നമുക്ക് ഈ വാക്സിൻ എടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ HPV നമ്മുടെ പലരുടെയും ശരീരത്തിലുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ആദ്യം കയറുന്നത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൽ കോണ്ടാക്ട് കഴിയുമ്പോഴാണ്. എല്ലാവർക്കും വന്നോളണമെന്നല്ല, അങ്ങനെയാണ് അത് ശരീരത്തിലെത്തുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ വാക്സിൻ കൊടുത്താൽ അതാണ് ഏറ്റവും നമുക്ക് ഈ ഒരു 9 തൊട്ട് 45 വരെ നമുക്ക് എടുക്കാം.
അപ്പോൾ ഈ 9 വയസ്സുള്ള കുട്ടിക്ക് 14 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഡോസ് വാക്സിൻ മതി. അപ്പം നമ്മൾ ഇന്നൊന്ന് എടുത്താൽ ഒരു 6 മാസം കഴിഞ്ഞ് നമുക്കൊരു ബൂസ്റ്റർ ഡോസും കൂടെ എടുക്കാം. ഇനിയല്ല നമ്മൾ ഈ 14 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ വാക്സിനെ പറ്റി അറിയുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ വാക്സിൻ എടുക്കാം. നമുക്ക് 3 ഡോസ് എടുക്കണം. നമ്മൾ ഫസ്റ്റ് ഡോസ് എടുക്കുക, ഒരു മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുക്കുക, ഒരു 6 മാസം കഴിഞ്ഞ് നമുക്ക് തേർഡ് ഡോസ് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു ഡോസ് മറന്നു, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, സെക്കൻഡ് ഡോസ് ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് എടുത്താലും ഒരു പ്രശ്നമില്ല, അതിന് ഈക്വൽ എഫിക്കസിയാണ്. ഇപ്പം ഞാനടക്കമുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മിക്ക സ്റ്റാഫും ഈ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു ക്യാൻസറാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യമേ അല്ല, അതൊരു വളരെ വലിയ കാര്യമാണ്. ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന സമയത്ത് പൊതുജനങ്ങൾക്കിടയിൽ ഒരു പേടിയുണ്ട് എപ്പോഴും. ഇപ്പോൾ COVID-19 ഒക്കെ വന്നതിന് ശേഷമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ HPV വാക്സിനെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ഒന്നും നടന്നിട്ടുണ്ടോ? എനിക്കും ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും എനിക്കൊന്ന് പല പഞ്ചായത്തുകളിലും ആശാ വർക്കർമാരുടെ ഇടയിലും എല്ലാം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഈ വാക്സിൻ പുറമേയുള്ള രാജ്യങ്ങളിലേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. അന്ന് ഈ വാക്സിൻ ഒരു ഡോസിന് 3000-4000 രൂപ കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ അത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ജനങ്ങൾക്ക്. അങ്ങനെ ഇന്ത്യൻ കമ്പനീസ് ഏറ്റെടുത്ത് നമുക്ക് ഇവിടെ വാക്സിൻ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോഴും ഒരു 1500-2000 രൂപയുടെ ഇടയിൽ കോസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൽ മിനിസ്റ്ററെ കണ്ട് മിനിസ്റ്റർക്ക് ഇതെല്ലാം കൊടുത്ത് നമുക്കിവിടെ നമ്മുടെ 2-3 PHC, ഇപ്പം നൂൽപ്പുഴ പഞ്ചായത്ത് FHCയിൽ, അതുപോലെ മീനങ്ങാടി PHCയിൽ, ചീരാൽ, ഇങ്ങനെ 2-3 PHCകളിൽ നമ്മൾ ഈ വാക്സിൻ ഫ്രീ ആയിട്ട് അവൈൽ ചെയ്തു ഗവൺമെൻറ്റിൽ നിന്ന്. എന്നിട്ട് നമ്മളെല്ലാവരും പോയി അവിടെ അവയർനെസ് ക്ലാസ്സുകൾ എടുത്ത് അന്ന് വന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ വാക്സിൻ കൊടുത്തു. അങ്ങനെ നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം പറ്റുന്നവർക്കെല്ലാം നമ്മൾ വാക്സിൻ പെൺകുട്ടികൾ മാത്രമാണോ? അല്ല, ആൺകുട്ടികൾക്കും എടുക്കാം. വന്നിട്ടില്ല, കുറവായിരുന്നു, ബട്ട് സ്റ്റിൽ ആൺകുട്ടികൾക്കും എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പെനൈൽ ക്യാൻസർ അല്ലെങ്കിൽ മലദ്വാരത്തിലുള്ള ക്യാൻസർ അങ്ങനത്തെ ഒക്കെ അവർക്കും പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കും എടുത്താൽ അത്രയും നല്ലതാണ്. ഇതൊരു ഏജ് വിഷയമല്ല, അല്ല, 9 തൊട്ട് 45 വരെ എഫക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് 9-ന് മുന്നേ എടുക്കണ്ട, 45 വരെയും എടുക്കാം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് അഡ്വൈസ് ചെയ്യാം. അപ്പം എടുക്കുന്ന രീതി ഇപ്പോൾ ആളെ ഒരു 5 മിനിറ്റ് ഇരുത്തി നമ്മൾ TT എടുക്കുന്ന പോലെയുള്ളൂ. നമ്മൾ കയ്യിൽ കൊടുക്കും വാക്സിൻ, ഒരു 10 മിനിറ്റ് ഒബ്സർവേഷൻ ഇരുത്തും, 10 മിനിറ്റ് കഴിഞ്ഞാൽ പോവാം. നമ്മൾ ഇത്ര കാലം എടുത്തിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ള, നമ്മുടെ എല്ലാം കുഞ്ഞുമക്കൾക്ക് കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണത്. കാരണം നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് പൈസ ചിലവാക്കുന്നു, പക്ഷെ ഒരു വലിയ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കൊരു വാക്സിൻ കൊടുക്കാൻ പറ്റിയ വളരെ കാലത്തോളം, അതെ, ജീവിതകാലം മുഴുവൻ അതൊരു അവർക്കുള്ളൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരിക്കും അത്. ഇപ്പൊ ബ്രസ്റ്റിൽ ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ അത് പല തരത്തിലായിരിക്കാം ഉണ്ടാകുന്നത്. അത് അങ്ങനെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകണമെന്നുണ്ടോ? അതെ, അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ പലരും ബ്രസ്റ്റ് ഇപ്പം പലപ്പോഴും ചിലപ്പോൾ വെള്ളം പോലത്തെ ഒരു ഡിസ്ചാർജ് വരും, ചിലർക്ക് പാല് പോലത്തെ ഡിസ്ചാർജ് വരും, ചിലർക്ക് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് ഡിസ്ചാർജ് വരും. അപ്പൊ ഇതിലെ എല്ലാ ഡിസ്ചാർജുകളും ക്യാൻസർ ഒന്നും ആയിരിക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ 95% നോർമൽ ആയിരിക്കും. ഇപ്പൊ നമുക്ക് പല ഹോർമോണിന്റെ വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ മരുന്നുകൾ കഴിക്കുന്നവർക്കൊക്കെ ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ് വരാം, പാല് പോലെ വരാം. ഇപ്പൊ പ്രൊലാക്റ്റിൻ ഉള്ള ഹോർമോണിൽ വ്യത്യാസം വരുമ്പോൾ പാല് പോലത്തെ ഡിസ്ചാർജ് വരാം, വെള്ളം പോലത്തെ ഡിസ്ചാർജ് വരാം. പക്ഷെ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈവൻ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജും ക്യാൻസർ അല്ലാതെയും വരാം, പക്ഷെ നമുക്ക് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ കൂടുതലും ഈ ഒരു രക്തം കലർന്ന ഡിസ്ചാർജാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് തരം ഡിസ്ചാർജാണ് സാധാരണ അല്ലാണ്ട് വന്നാലും നമുക്കത് എന്താണെന്നുള്ളതൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നല്ലതാണ്. ഇപ്പോൾ സാധാരണ മുല കൂട്ടുന്ന സമയത്തൊക്കെ ഒരു കല്ലിപ്പിന്റെ കേസൊക്കെ സ്ത്രീകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അതും ഇത്തരം ഒരു ഡൗട്ടിലേക്ക് പോകും. കാരണം അതൊരു കല്ലിച്ച് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെയാണോ എന്നുള്ളത്. അപ്പൊ കുറച്ചു നാൾ അത് ലോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അത് എങ്ങനെയാണ് കണ്ടത്? അപ്പൊ നമുക്കിപ്പോ പാല് കൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ നമുക്കൊരു ബ്രസ്റ്റിലൊരു കല്ലപ്പ് വന്നു എന്ന് പറഞ്ഞാൽ അതിൽ 95% അത് പാല് കെട്ടി നിന്നിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതിനകത്ത് ഏറ്റവും നമ്മൾ ഈ ക്യാൻസറിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ നമ്മൾ മാസ്റ്റൈറ്റിസ് എന്ന് പറയും, നമ്മൾ ബ്രസ്റ്റിൽ വരുന്ന ഇൻഫെക്ഷനെ. ഇനി നമ്മൾ ചില അമ്മമാരെന്താ വെച്ചാൽ അതിനെ വെറുതെ വിടും. കാരണം എന്താ വെച്ചാൽ പാല് കുടിക്കുമ്പോൾ കുറച്ച് കുറയും, പിന്നെയും വരും, പിന്നെയും കുറയും, അങ്ങനെ വന്ന് അതിനെ വെറുതെ വിട്ട് ചിലപ്പോൾ അത് പഴുക്കും. അപ്പം നമുക്ക് ആപ്സസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. അതാണ് സത്യം പറഞ്ഞ ഈ കല്ലപ്പുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് കുറച്ചിങ്ങനെ ഒരു ലൂസായിട്ടുള്ള ഒരു ടിഷ്യൂ. അപ്പോൾ ആ പഴുപ്പ് വന്നാൽ ചിലപ്പോൾ പുറത്തേക്ക് അറിയില്ല, ഇതിങ്ങനെ ഉള്ളിൽ തന്നെ അങ്ങ് പഴുപ്പ് കെട്ടി നിന്ന് പോകും. അപ്പോൾ കല്ലപ്പ് പാല് കുടിക്കുന്ന അമ്മമാരിൽ വന്ന് അവർ ഡോക്ടറെ അടുത്ത് വരണം.
വരണം. എന്ന് വെച്ചാൽ നമുക്ക് പാല് കുടിക്കുമ്പോൾ പോകുന്ന കല്ലപ്പാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, പക്ഷെ പോകുന്നില്ലെങ്കിൽ അവർ വരണം. വന്ന് നമുക്കിത് പഴുക്കുന്നുണ്ടോ ആബ്സസ് ആവുന്നുണ്ടോ എന്നൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അത് കല്ലപ്പ അവിടെ ഇരുന്നിരുന്ന് ക്യാൻസർ ഒന്നും ആവില്ല. അപ്പോൾ അതൊന്നും വളരെ വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ കാണുള്ളൂ, അല്ലാതെ അങ്ങനെ കാണലില്ല. പക്ഷേ കല്ലപ്പ് വന്നാൽ നമുക്ക് മെഡിക്കൽ സഹായം തേടണം. ശരിക്കും ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണം നമ്മുടെ ഈ ഒരു കേരള ഫെഡറേഷൻ ഓഫ് ഗൈനക് ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് KFOG എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ഗൈനക്കോളജിസ്റ്റുമാരും ഈ KFOGിലെ അംഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് നമ്മളൊരു പാസിംഗ് ദ ടോർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഈ ഒരു കൊല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഒക്ടോബർ മുതൽ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലകളിലും അവയർനെസ് ക്ലാസ്സസും ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസും നടത്തുകയാണ്. അപ്പോൾ പാസിംഗ് ദ ടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് നിന്ന് ഫസ്റ്റ് അവയർനെസ് തുടങ്ങി ആ ടോർച്ച് അടുത്ത കണ്ണൂരേക്ക് പാസ് ചെയ്ത് അങ്ങനെ പാസ് ചെയ്തപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് പോലും വിടരുത് എന്നൊരു ഉദ്ദേശത്തിൽ നമ്മൾ കേരളത്തിനെ മുഴുവൻ ഈ ഒരു ക്യാൻസറിനെ പറ്റി ഒരു അവബോധനം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഇപ്പോൾ സർവൈക്കൽ ഗർഭാശയ ക്യാൻസറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു 90-70-90 റൂൾ എന്ന് പറയുന്ന ഒരു നിയമം 2030 ആവുമ്പോഴേക്കും വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് 90% നമ്മുടെ കുട്ടികളും വാക്സിനേറ്റഡ് ആവണം. 70% സ്ത്രീകളും നമുക്ക് ഈ പാപ്സ്മിയർ എന്നുള്ള ടെസ്റ്റ് വെച്ച് ഈ ഒരു ഗർഭാശയകള ക്യാൻസറിനെ ഡിറ്റക്റ്റ് ചെയ്യണം. അതുപോലെ 90% സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിച്ചവരും ട്രീറ്റഡ് ആവണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം നമുക്ക് 2030 ആകുമ്പോഴേക്കും എത്തിക്കണം എന്നുള്ള ഇപ്പോൾ WHO ഒരു ഗൈഡ് ലൈൻ ആണത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആൾക്കാർ മുന്നോട്ട് വരണം. ഈ ഒരു ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരണം. ഈ വർഷത്തെ നമ്മുടെ 2025 ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് ഒരു തീം കൊടുത്തിട്ടുണ്ട്. എവറി സ്റ്റോറി ഈസ് യുണീക്ക്, എവറി ജേർണി മാറ്റേഴ്സ്. അങ്ങനെയാണ് നമ്മുടെ WHO തീമാണത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വളരെ നന്നായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ എവറി സ്റ്റോറി ഈസ് യുണീക്ക്. എല്ലാവർക്കും ഓരോരോ കഥകളായിരിക്കും ബ്രസ്റ്റ് ക്യാൻസറിന്, പക്ഷേ ഓരോരുത്തരും പ്രധാനമാണ്. കാരണം എങ്ങനെ ഇത് എല്ലാ രീതിയിലുമുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു ക്യാൻസറിനെ കണ്ടുപിടിച്ച് നമുക്കതിനെ പൂർണ്ണമായി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീമും കൂടെ ശരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ക്യാൻസറിനെ വളരെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യണം. വളരെ വലിയൊരു ടോപ്പിക്കാണ് അത്. നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലൊരു ക്ലാസ് പോലെ തന്നെയാണ് ഡോക്ടർ സുമ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവയർനെസ് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത്, ഇപ്പോൾ ഒരു വാക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈ വാക്സിനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടാവുക. ഒരു ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് കണ്ടെത്തി അതിന് ചികിത്സ നൽകുക, അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ആരോഗ്യരംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അവയർനെസ് പ്രേക്ഷകർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇപ്പം ഈ ഒരു വേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത് ഇത്ര നല്ലൊരു ടോപ്പിക്ക് വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നൽകിയ പ്രിയപ്പെട്ട ഡോക്ടർ സുമ, ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഹെൽത്ത് ടിപ്സുമായിട്ട് മറ്റൊരു ഡോക്ടറുമായിട്ടൊക്കെ പിന്നീട് കാണാം. നമസ്കാരം.